ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹീന്ദ്ര ട്രിയോ ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ മോട്ടോറിനെ പറ്റിയും അതിൻ്റെ സ്പെയർ പാർട്സുകളും അത് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നും അതിൻ്റെ മറ്റു വിശദമായ വിവരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയും ചെയ്യണം. ഈ കാണുന്നതാണ് കോർ മാഗ്നറ്റ്. ഇതിന് രണ്ട് തലക്കലായിട്ട് രണ്ട് ബാരിങ് വരുന്നുണ്ട്. ബാരിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കത് സുഗമമായിട്ട് നന്നാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ മാഗ്നറ്റ് കൈകാര്യം ചെയ്യുന്ന നേരം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മളുടെ മോട്ടറിൻ്റെ ഓൾ സെൻസർ. അതിനെപ്പറ്റി കൂടുതൽ വിശദമായ വിവരങ്ങൾ നമ്മുടെ ലിജുവേട്ടൻ അതേപോലെ ബിജുവേട്ടനും പറഞ്ഞു തരുന്നതാണ്. വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളിൽ അവർ സംസാരിക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എൻ്റെ വിവരണം തരും. ഞങ്ങൾ ബിജു എത്തി പറഞ്ഞു തന്നെ ആണ് നമ്മൾ മോട്ടറിൻ്റെ വീഡിയോ പണ്ടറിഞ്ഞിട്ടുണ്ട്. ഏതായാലും സലീം പറഞ്ഞതിൻ്റെ അനുസരിച്ച് പുതിയ സെൻസറുകളുടെയും അതിൻ്റെ എന്താണ് കംപ്ലൈൻറ്റ് വരുന്നത് ആ കാര്യങ്ങളെ കൊണ്ടിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിടുന്നത്. നമ്മുടെ മോട്ടർ അഴിച്ചിരിക്കുന്നത് ഇതാണ്. ടൈപ്പ് 1.0 ആദ്യം ഇറങ്ങിയ മോഡലിൻ്റെയാണ്. ഈ മോട്ടറിൻ്റെ പ്രശ്നം എന്ന് പറയുകച്ചാൽ ആദ്യമേ ഈ ഹോൾ സെൻസറിനാണ് ഈ മിക്കവാറും പ്രശ്നങ്ങൾ കണ്ടുവരിക. ഹോൾ സെൻസർ പോവുക. പിന്നെ കണ്ടുവരുന്നത് ഒന്ന്, ഈ ഭാഗത്ത് വയർ പൊട്ടിയിട്ട് ഇവിടെ കത്തിപ്പോകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ സ്ലീവ് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ കൂടെ മോട്ടറിൻ്റെ ഉള്ളിലേക്ക് ഈ സ്ലീവും പിന്നെ ഇതിൻ്റെ പുറമേ വരുന്ന ഒരു ഭാഗമുണ്ട്, ഈ അടപ്പ്. ഇത് ഹോൾ സെൻസർ നിൽക്കുന്ന ഭാഗത്തുള്ള അടപ്പാണ്. അതായത് ഈ ഭാഗം ഇവിടെ വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലാണ് ഹോൾ സെൻസർ വരിക. ഹോൾ സെൻസർ ഇങ്ങനെ ഇതേപോലെ ഹോൾ സെൻസർ ഇവിടെ വരും. ഈ ഹോൾ സെൻസറിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അടപ്പ് വരും. ഈ അടപ്പിൻ്റെ ഈ വയർ വരുന്നിടത്തു കൂടിയും വെള്ളം കയറും. അന്നേരം ഈ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഹോൾ സെൻസറും അതേപോലെ തന്നെ ഇത് വെള്ളം കയറിയ മോട്ടറല്ല. വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ബൈൻഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറും. അന്നേരം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം അഴിച്ചിട്ട് നമ്മൾ ഈ ബൈൻഡിങ്ങിലൊക്കെ വാർണിഷ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. വാർണിഷ് ഈ സാധനം ഒഴിച്ചിട്ട് നമ്മളത് ഉണക്കി എടുത്ത് ക്ലിയർ ആക്കണം. അന്നേരം അതിന് നമ്മൾ കുറച്ച് ഒരു ബുദ്ധിമുട്ട് വരും. അന്നേരം മറ്റ് കംപ്ലൈൻറ്റുകൾ ഈ ഹോൾ സെൻസർ അങ്ങനത്തെ ഹോൾ സെൻസർ മാത്രം മാറ്റാനാണ് ഹോൾ സെൻസറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് പോവുക എന്നൊക്കെ പറയും. വന്നാൽ നമുക്കൊരു 1000-1500 രൂപയ്ക്ക് ഏകദേശം നമുക്ക് നന്നാക്കിയെടുക്കാം. 2000. അതേസരത്തിൽ ഈ മൊത്തം വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് ഒരു 2500 രൂപയോളം ചിലവ് വരും നമുക്കത് നന്നാക്കി എടുക്കണമെങ്കിൽ. കാരണം ഇത് മൊത്തം അഴിച്ച് നമ്മൾ ഇതേപോലെ ഇതാണ് അതിൻ്റെ മാഗ്നറ്റ്. ഇത് ഹെവി മാഗ്നറ്റാണ്. ഇത് ഊരുമ്പോഴും ഇടുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം. കൈയൊക്കെ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത്രയും ഭയങ്കര പവറാണ് ഇതിന് ഉണ്ടാകുക. വലിയ ഇരുമ്പിൻ്റെ പീസാണ് വെക്കുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിച്ചെടുക്കണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഊരിയെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ആരെങ്കിലും കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേക അതാണ്. ഇത് എവിടെയും പൊടിയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അത് പൊതിഞ്ഞ് വെക്കുക. എടുത്തിട്ട് പോലും വേറെ ഇരുമ്പിൻ്റെ പീസൊന്നും അതിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ബെയറിങ്ങൾ വരും. ഇതൊരു ബെയറിങ്, ഒരു ചെറുതും ഒന്ന് വലുതും. ഒന്ന് 62. ഇതിൻ്റെ നമ്പർ വരുന്നത് നമുക്ക് 6206 മറ്റേത് 6203 ആണ്. അങ്ങനെ 2 ബെയറിങ്ങുകൾ ഇതിന് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന ബെയറിങ്ങുകളാണ്. പിന്നെ ആ ബെയറിങ്ങൊക്കെ മാറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അഴിച്ചെടുക്കണം. അന്നേരം അതിനൊരു 10-2000 രൂപയ്ക്ക് നമുക്കത് മോട്ടറിൻ്റെ എന്ത് വർക്ക് ആണെങ്കിലും നമുക്കൊരു 2000-2500 രൂപ തീരുന്നതുള്ളൂ ബൈൻഡിങ് ഒഴിച്ചിട്ട്. ബാക്കി എല്ലാ സെൻസറുകളും ഹോൾ സെൻസർ കാണിക്കണമെന്ന് പ്രത്യേകം സലീം പറഞ്ഞിരുന്നത്. ഇതാണ് നമ്മുടെ ഹോൾ സെൻസർ. ഹോൾ സെൻസർ എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് നമ്മുടെ ഈ ഹോൾ സെൻസർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ UVW നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് 90 ഡിഗ്രി ഉണ്ട്, 80 ഡിഗ്രി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിഗ്രികൾ കണക്കുണ്ട്. അതനുസരിച്ചാണ് മോട്ടോർ വലത്തോട്ട് തിരിയണം, ഇടത്തോട്ട് തിരിയണം ഒക്കെ ഹോൾ സെൻസറാണ്
തീരുമാനിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ബൈൻഡിങ് ഒഴിച്ചിട്ട്, ബൈൻഡിങ് അങ്ങനെ 100% പോയിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ഈ വെള്ളമൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നമുള്ളൂ. അന്നേരം ഇത് ഇത്തരം കാര്യങ്ങളുമാണ്. ഇനി ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, സലീം കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഉള്ള സലീം കൂട്ടി ചേർക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അതേപോലെ തന്നെ മോട്ടറിൻ്റെ ബെയറിംഗ് ഒക്കെ അഴിക്കുമ്പോൾ ഈ വയറിംഗ് ടൂൾ തന്നെ ഉപയോഗിക്കുക, അല്ലാതെ ഇടിച്ചൊക്കെ അഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ മാഗ്നറ്റൊക്കെ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും വൈബ്രേഷനൊക്കെ വന്നു കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് അവർ ഇത് അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മോട്ടറിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാനുള്ള അത് ഒരു മെഷീനിൽ ചെയ്തിട്ട് ഒരു അരക്ക് പോലത്തെ സാധനമാണ് ഒട്ടിക്കുകയാണ് ചെയ്യുക. അതും അന്നേരം ഇടിച്ചയച്ചാൽ അതൊക്കെ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്, അലൈൻമെൻറ്റൊക്കെ മാറും. അന്നേരം എല്ലാം ടൂൾസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്നോടത്ത്. ഓക്കെ. ഈ മോട്ടറിൻ്റെ ഈ വയർ നമ്മൾ ഈ 25-ൻ്റെ വയറാണ് വരിക. ചില നിങ്ങൾക്ക് എഴുതിയിട്ട് കാണാം, ഈ 25-ന് കാണാം. അന്നേരം നമ്മളന്നേരം ഈ 25-ൻ്റെ സൈസ് ഈ കണക്ടറുണ്ട്. ഈ കണക്ടർ ഈ കോപ്പർ കണക്ടറായിരിക്കും. അത് ക്രിമ്പിങ് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുക. എന്നിട്ട് ജോയിൻ്റ് അടിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പോയവരുടെ ഇതൊക്കെ ഏകദേശം ശരിയാക്കൽ. അല്ലാതെ ചെറുതായിട്ടൊന്ന് കോണ്ടാക്റ്റ് ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി കറണ്ടാണ് എടുക്കുക. അവിടെ പോയാൽ വീണ്ടും അപകടം ഉണ്ടാകും. അതിൻ്റെ അപകടമല്ല, സ്പാർക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ ക്ലിയറായിട്ട് തന്നെ നമ്മൾ ചെയ്യിക്കുന്നവർ. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.